ബാഹുബലി സിനിമയിലെ പ്രതിനായകനായ ബെല്ലാല ദേവയുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത്. നരേന്ദ്രമോദി തീവ്രവാദിയാണെന്നും അദ്ദേഹം ഒരിക്കലും ഒരു നല്ല മനുഷ്യനല്ലെന്നും ചന്ദ്രബാബു നായിഡു തുറന്നടിക്കുന്നു. രാജ്യത്തെ ന്യൂനപക്ഷ സഹോദരന്മാരോട് എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വരും. നിങ്ങളെ ജയിലിൽ അടയ്ക്കാനായി മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നത് ഈ മോദിയാണ്. ശരിയല്ലേ? 2002 ഗുജറാത്ത് കലാപ സമയത്ത് മോദിജിയുടെ രാജി ആവശ്യപ്പെട്ട ആദ്യ വ്യക്തി താനാണ്. കലാപത്തിന് ശേഷം മിക്ക രാജ്യങ്ങളും മോദിക്ക് അവിടേക്കുള്ള സന്ദർശന അനുമതി നിഷേധിച്ചു. മോദി ഒരു തവണ കൂടി പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കും. അതിൽ സംശയമില്ലെന്നും ചന്ദ്രബാബു നായിഡു പറയുന്നു. ഏപ്രിൽ 1 തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ തെലുങ്ക് ദേശം പാർട്ടി നേതാവും കൂടിയായ ചന്ദ്രബാബു നായിഡുവിനെ യു ടേൺ ബാബു എന്നായിരുന്നു മോദി അഭിസംബോധന ചെയ്തത്. സേവാമിത്ര ആപ്പ് ഉപയോഗിച്ച് ജനങ്ങളുടെ വികാരങ്ങൾ TDP ചോർത്തുകയാണെന്നും സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരാവുന്ന കുറ്റമാണിതെന്നും മോദി പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറയുകയും വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ചന്ദ്രബാബു നായിഡു ബാഹുബലി സിനിമയിലെ ബെല്ലാല ദേവനെ പോലെയാണെന്ന് മോദി അന്ന് പരിഹസിച്ചിരുന്നു. എന്തായാലും മോദിക്കെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആഞ്ഞടിക്കുകയാണ്. മോദി ന്യൂനപക്ഷങ്ങളോടൊപ്പമല്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഹിന്ദു വികാരമുണർത്തുന്ന പ്രസംഗങ്ങൾ ഏറെ വിമർശനങ്ങളും ചർച്ച ചെയ്തതുമായിരുന്നു. പ്രതിപക്ഷം അത് വോട്ട് ബാങ്കാക്കി തിരിച്ചടിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ചന്ദ്രബാബു നായിഡു ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഹിന്ദുത്വ കാർഡിറക്കി പ്രധാനമന്ത്രി വോട്ട് പിടിക്കാൻ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതും. അതും തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.